നമസ്കാരം. ആ കാഫിർ സ്ക്രീൻഷോട്ട് കഥയ്ക്ക് ഒരു വഴിത്തിരിവുണ്ടായിരിക്കുകയാണ്. സ്വാഭാവികമായിട്ടുണ്ടാകുമല്ലോ. ചില കെട്ടുകഥകൾക്ക് കുറഞ്ഞ സമയത്തിന്റെ ആയുസേ ഉള്ളൂ. ഇപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ശ്രദ്ധയിൽ വന്നു കാണും. കോഴിക്കോട് MSF ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള മുഹമ്മദ് കാസിമിന്റെ ഫോൺ ഇപ്പോൾ വടകര പോലീസ് പിടിച്ചെടുത്ത് അതിനെ ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. ഇനിയിപ്പോ വലിയ കാലമൊന്നും വെയിറ്റ് ചെയ്യേണ്ടി വരില്ല. ചുരുങ്ങിയ ദിവസത്തിനകത്ത് ഇതിനെ സംബന്ധിച്ചുള്ള ചില കഥകളുടെ ചുരുളഴിക്കാൻ പോവുകയാണ്. എന്തായാലും ഒരു കാര്യം നമ്മൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ MSF സെക്രട്ടറിയുടെ ജില്ലാ സെക്രട്ടറിയുടെ ഫോൺ പോലീസ് പിടിച്ചെടുക്കുന്ന സന്ദർഭത്തിൽ നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യമുണ്ട്. ഈ കാഫിർ സ്ക്രീൻഷോട്ട് കഥയും AKG സെന്റർ ബോംബാക്രമണ കഥയും ഒന്ന് ആലോചിച്ച് നോക്കിയേ. രണ്ടും ഇപ്പോൾ ഒരു സമാനമായല്ലേ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. നേരത്തെ യൂത്ത് കോൺഗ്രസ്സുകാർ വന്നിട്ട് AKG സെന്ററിലേക്ക് ബോംബ് എറിയുന്നുണ്ട്. എന്നിട്ട് അത് ചെയ്തത് ഇടതുപക്ഷക്കാരാണെന്ന രീതിയിൽ കോൺഗ്രസ്സുകാരും KPCC പ്രസിഡന്റും പ്രതിപക്ഷ നേതാവ് എല്ലാം കൂടി പ്രചരിപ്പിച്ചതിന് ശേഷം മാധ്യമങ്ങളിലൂടെ കിട്ടിയോ എന്ന പരിഹാസ ചോദ്യം. 2-2.5 മാസം എടുത്തു ക്രൈംബ്രാഞ്ച് ശാസ്ത്രീയമായ പരിശോധന പൂർത്തിയാക്കിയിട്ട് യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാരെ കൈയോടെ പൊക്കാൻ. ഇപ്പോഴാണ് പലരും ചട്ടിക്കാത്തായത്. അതേപോലെയാണ് ഇപ്പോൾ ഈ കാഫിർ സ്ക്രീൻഷോട്ട്. പോലീസിന് വേണമെങ്കിൽ ആരുടെയെങ്കിലും തലയെ വെച്ചിട്ട് ഈ പ്രതിയെ ഇപ്പോൾ ഇവരുണ്ടാക്കുന്ന ഈ ചില വിപ്ലവങ്ങൾ ഉണ്ടല്ലോ, വിപ്ലവം മീൻസ് ഈ മാധ്യമങ്ങളിലൂടെ ഇത് ഇടതുപക്ഷത്തിന്റെ തലയിൽ ചാരി രക്ഷപ്പെടാൻ നടത്തുന്ന ചില ശ്രമങ്ങളുണ്ട്. അതിന് പലപ്പോഴും ഇവർ സംഘടിതമായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ടാക്ടിക്സ് ആണ്. ഒരു തെറ്റ് ചെയ്യുക, ആ തെറ്റിനെ സംഘടിതമായിട്ട് വലിയ ശബ്ദമുണ്ടാക്കി അത് ചെയ്തതിന് ശേഷം അത് മറ്റുള്ളവരുടെ തലയിൽ ചാരുന്ന ഒരു നീക്കം. ആ നീക്കമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് AKG സെന്ററിൽ എങ്ങനെയാണോ പൊളിഞ്ഞത് ആ നിലയ്ക്ക് തന്നെയാണ് ഈ സ്റ്റോറി ഇപ്പോൾ ഡൈവേർട്ട് ചെയ്തു വരുന്നത്. കാഫിർ സ്ക്രീൻഷോട്ടിൽ ഇപ്പോൾ MSF ജില്ലാ സെക്രട്ടറിയുടെ ഫോൺ പിടിച്ചെടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പോ മൂട്ടിൽ തീപിടിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകും. നേരത്തെ ഇതുപോലെ ഇവർ വിദഗ്ധമായിട്ട് 2 വീലറിൽ വന്ന് AKG സെന്ററിൽ ബോംബെറിഞ്ഞതിന് ശേഷം ആ വണ്ടിയുമായി കടന്നു കളഞ്ഞിട്ട് എന്തെല്ലാം കഥകളാണ് മെനഞ്ഞത്. CPM നേതാവായിട്ടുള്ള ഒരു IP ബിനു എന്ന് പറയുന്ന ഒരു സാധാരണക്കാരന്റെ പേര് വലിച്ചിഴച്ചുകൊണ്ട്, അല്ലെങ്കിൽ അദ്ദേഹം CPM കാരനാണ് എന്ന ഒറ്റ കാര്യം കൊണ്ട് കുറെ മാധ്യമങ്ങളിലൂടെ ആ പേര് വലിച്ചിഴച്ച് ഈ സമൂഹത്തിന്റെ മുന്നിൽ വല്ലാതെ ചർച്ച ചെയ്തു. അതേപോലെയാണ് ചില ഫേസ്ബുക്ക് പേജിന്റെ അഡ്മിന്മാരുടെ പേരിൽ ഇത് വലിയ ചർച്ചയാക്കിയിട്ട് ചെയ്തവരെ മറച്ചു പിടിക്കാനും അന്വേഷണത്തെ വഴിതിരിക്കാനും വേണ്ടി ഇവർ സംഘടിതമായി പരിശ്രമിച്ചത്. പക്ഷേ എല്ലാ കെട്ടുകഥകൾക്കും അധികകാലം നീണ്ടു നിൽക്കാൻ പറ്റില്ല. കാര്യം ഈ കെട്ടുകഥകൾക്ക് ഈ ഉപോത്പലകമായി വേണ്ടത് തെളിവുകളാണ്. അപ്പോൾ ഇവർ ഈ നാവ് കൊണ്ട് പറയുകയും അല്ലെങ്കിൽ സംഘടിതമായിട്ട് മാധ്യമങ്ങളിലൂടെ വലിയ പ്രചരണം നടത്തുന്നതിനപ്പുറം വസ്തുതകൾ ഇതുമായിട്ട് യോജിച്ചു പോകില്ല. സ്വാഭാവികമായിട്ടും അപ്പോ എങ്ങനെയാണ്, ആരാണോ തീയിട്ടത്, നമ്മുടെ ഈ അടുത്ത കാലത്ത് പുറത്തു വന്നൊരു സിനിമയിൽ കണ്ടില്ലേ, ഒരു വീടിന് തീയിട്ടതിന് ശേഷം പുറത്തിറങ്ങി അയ്യോ നാട്ടുകാരെ ഓടി വരണേ വീടിന് തീ പിടിച്ചേ, തീയിട്ട ആള് തന്നെ വിളിച്ചു പറയുന്ന അതേ അവസ്ഥയിലേക്കാണ് ഈ കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. കാഫിർ സ്ക്രീൻഷോട്ട് എന്തിനു വേണ്ടി ചെയ്തു എന്നും ഈ ഞങ്ങൾ മാന്യന്മാരാണ് നിഷ്കളങ്കരാണെന്ന് ചമയാൻ ശ്രമിക്കുന്ന ലീഗുകാർ മുൻപ് ചെയ്തിട്ടുള്ള നിസ്കാരപ്പായയിൽ റേപ്പ് ചെയ്തു എന്നുള്ള കഥയുണ്ടാക്കിയ ഒരു നിരപരാധിയായ വ്യക്തിയെ കൊല ചെയ്തവരുടെ പാരമ്പര്യമുള്ളവരാണ്. അവർ ഇത് ചെയ്യില്ലെന്ന് ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇതേ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ തന്നെ അവിടുത്തെ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായിട്ടുള്ള KK ശൈലജ ടീച്ചറെ ഒരു സ്ത്രീയാണെന്നുള്ള പരിഗണന പോലും നൽകാതെ എന്തെല്ലാം അധിക്ഷേപങ്ങൾ നടത്തി, എന്തെല്ലാം കുപ്രചരണങ്ങൾ നടത്തി. മാതൃഭൂമിയുടെ സ്ക്രീൻഷോട്ട് ഉപയോഗിച്ച് വ്യാജ പ്രചരണം. അവർ മുസ്ലിങ്ങളെല്ലാം തീവ്രവാദികളാ എന്ന് ചോദിച്ചതിനെ മുസ്ലിങ്ങളെല്ലാം തീവ്രവാദികളാ എന്ന രീതിയിലേക്ക് മാറ്റിയ അതേ നെറികെട്ട പ്രവർത്തനം ചെയ്തവർ ഈ സ്ക്രീൻഷോട്ടും ഉണ്ടാക്കിയതിനു ശേഷം അത് ഇടതുപക്ഷത്തിന്റെ തോളിൽ ചാരി രക്ഷപ്പെടാനുള്ള ശ്രമത്തെയാണ് MSFന്റെ കോഴിക്കോട് ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള മുഹമ്മദ് കാസിമിനെ അറസ്റ്റ് ചെയ്യുന്നതോടുകൂടി പൊളിഞ്ഞടുങ്ങാൻ പോകുന്നത്. ലീഗ് ക്യാമ്പുകളിൽ ആശങ്കയ്ക്ക് തിരികൊളുത്തിയിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ ഇതിന്റെ അന്വേഷണ പുരോഗതി പലരുടെയും ഉറക്കം കെടുത്തുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല തന്നെ.